വിമതരായി സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്നവർ മാത്രമല്ല, സൈലന്റ് ആയിരുന്നിട്ടുള്ള അങ്ങനെയുള്ള സൈലന്റ് കില്ലേഴ്സ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ 6 കോർപ്പറേഷനുകളിൽ 3 ഇടങ്ങളിലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്. അതായത് അവിടെ വിജയം പ്രതീക്ഷിക്കുന്ന മുന്നണിക്ക് അതേ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അതേ മുന്നണിയിൽ നിന്ന് തന്നെ തിരിച്ച് പണി കിട്ടാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കെ മുരളീധരനൊക്കെ കടുപ്പിച്ച് തന്നെ പറഞ്ഞത്. കാരണം കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 കയ്യിലുള്ള സീറ്റ്. അതിൽ നിന്ന് 51 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 സീറ്റാണ് കൂടുതലായി പിടിക്കേണ്ടത്. ഈ 10 നിലനിർത്തിക്കൊണ്ട് 41 കൂടി പിടിച്ചാൽ മാത്രമേ കോർപ്പറേഷന്റെ ഭരണം ശബരിനാഥനെ മേയറാക്കിക്കൊണ്ട് നേടിയെടുക്കാൻ യു.ഡി.എഫിന് കഴിയുകയുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം സാധ്യമാണ് എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചോദ്യം ആരുടെയും മനസ്സിലുണ്ടാകും. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ, യു.ഡി.എഫിന്റെ തിരുവനന്തപുരത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഇവിടെ ക്യാമ്പയിൻ ശരിക്കും നടക്കുന്ന ദിവസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഇനിയുള്ള ദിവസങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഡിസംബർ 9-നും 11-നുമായാണ്. അത് ഡിസംബർ 9-നാണ് തെക്കൻ കേരളത്തിലെ എറണാകുളം വരെയുള്ള ഇടങ്ങളിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്യാമ്പയിൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു വാശിയിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം സാധാരണഗതിയിൽ പ്രാദേശിക വിഷയങ്ങളൊക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥിയുടെ ജനകീയത അങ്ങനെയൊക്കെ പറഞ്ഞുള്ളതാണെങ്കിൽ അല്ലാതെ മറ്റ് വിഷയങ്ങളും കൂടി കൊണ്ടുവരാനായി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യു.ഡി.എഫിന്റെ പ്രകടന പത്രിക നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാൻ കേരളയായിട്ടുള്ള വിഷയങ്ങൾ അതെല്ലാ തവണയും പ്രകടന പത്രികയോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളോ ഒക്കെ മുന്നണികൾ ഇറക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ വളരെ ഫോക്കസ്ഡായി ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ എങ്ങനെയും എന്ത് വില കൊടുത്തും ഇത്തവണ ജയിച്ചേ തീരൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് യു.ഡി.എഫ് ആണ്.